ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വാസ്തുചെടിയെ പറ്റിയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വാസ്തുപ്രകാരം വാസ്തുചെടി വയ്ക്കുന്നിടത്ത് നല്ല പോസിറ്റീവ് എനർജിയും സന്തോഷവും സമാധാനവും ഐക്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. നിറയെ പേർ ഈ വാസ്തുശാസ്ത്രത്തിലും വാസ്തുചെടിയെ പറ്റിയും വളരെയധികം വിശ്വാസമുള്ളവരാണ്. അങ്ങനെയുള്ള കുറച്ച് വാസ്തുചെടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അത് ഏത് ദിശയിലാണ് വയ്ക്കേണ്ടത് എന്നതിനെ പറ്റിയും പറയുന്നതാണ്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ പ്രിയങ്കരിയായ മണിഫ്ലവർ. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ നല്ല സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത് അനുഭവത്തിലൂടെ ഉറച്ച് വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് ഈ വിശ്വാസത്തെ അങ്ങ് തള്ളിക്കളയണ്ട. ഇത് വയ്ക്കേണ്ട സ്ഥലം വീടിൻ്റെ തെക്കു കിഴക്ക് മൂലയിലാണ്. നെക്സ്റ്റ് ലക്കി ബാമ്പു. ഇതും പേര് സൂചിപ്പിക്കുന്നത് പോലെ നല്ല ഭാഗ്യം കൊണ്ടുവരുന്ന ചെടിയാണ്. ഇത് വെച്ച് വളർത്തുന്ന ചില വീടുകളിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് അത് അനുഭവപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് സൂക്ഷിക്കേണ്ടത് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിലാണ്. സ്നേക്ക് പ്ലാന്റ്. ഈ ചെടി വെച്ചാൽ നല്ല സമാധാനം കിട്ടുമെന്നാണ് വിശ്വാസം. ഇത് വീടിൻ്റെ ഏത് കോർണറിലും വയ്ക്കാവുന്നതാണ്. അടുത്തത് തുളസി. ഹിന്ദുമതത്തിൽ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് തുളസി. ഇത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നടുന്നതാണ് നല്ലത്. കൃഷ്ണഭഗവാന്റെ നല്ല പ്രിയപ്പെട്ട ഒരു ചെടി കൂടിയാണിത്. അഞ്ചാമത്തത് പീസ് ലില്ലി. വാസ്തുപ്രകാരം പീസ് ലില്ലി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. ഇത് നെഗറ്റീവ് എനർജിയെ അകറ്റുക മാത്രമല്ല നല്ല വൈബുകളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇത് കിടപ്പുമുറിയുടെ ജനാലയ്ക്കടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഇത് സമാധാനപരമായ ഉറക്കത്തിന് സഹായിക്കുന്നതാണ്. ജാസ്മിൻ. ഇതിൻ്റെ മധുരമുള്ള സുഗന്ധം ഒരു വീട്ടിൽ സന്തോഷവും സ്നേഹവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. ഇത് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വയ്ക്കുന്നതാണ് നല്ലത്. അടുത്തത് കറ്റാർ വാഴ. നിരവധി ആരോഗ്യ ഗുണമുള്ള ഔഷധ സസ്യമായ കറ്റാർ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നത് ഉചിതമായിരിക്കും. നല്ല പോസിറ്റീവ് എനർജി കിട്ടും. അടുത്തത് അരേക്കാപ്പ. പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുകയും നെഗറ്റീവ് എനർജിയെ നിർവീര്യമാക്കുകയും വീടിന് ഐക്യവും സമാധാനവും സമ്പത്തും നൽകുകയും ചെയ്യുന്ന ഒരു വാസ്തുചെടിയാണ് ഇത്. ഇത് വീടിൻ്റെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കോർണറിൽ വയ്ക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് റബ്ബർ പ്ലാന്റ്. ഇത് നല്ലൊരു വാസ്തുചെടിയാണ്. സമ്പത്തിനെയും ഭാഗ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ 10ാമത്തത് ജാഡ് പ്ലാന്റ്. മറ്റൊരു വാസ്തുചെടിയാണ് ജാഡ് പ്ലാന്റ്. ഭാഗ്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. വാതിലിൻ്റെ സൈഡിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ കിടപ്പുമുറിയിലോ കുളിമുറിയിലോ വയ്ക്കരുത്. വേറൊരു പ്ലാന്റാണ് മണി ട്രീ പ്ലാന്റ്. മെടഞ്ഞിട്ടതുപോലെയാണ് ഇതിൻ്റെ തണ്ട്. നല്ല തിളങ്ങുന്ന ഇലകളുമുള്ള ചൈനീസ് മണി ട്രീ പ്ലാന്റ് ഒരു ജനപ്രിയ ചെടിയാണ്. ഇത് ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു. ഏത് വീടിനും ചൈതന്യം നൽകുന്ന ഒരു സുന്ദര ചെടിയാണിത്. വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് വൺ സൈഡ് പ്ലാന്റ്. വാസ്തുപ്രകാരം ഇത് വീടിൻ്റെയോ ഓഫീസിൻ്റെയോ തെക്ക് കിഴക്ക് കോർണറിൽ വെച്ചാൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജിയും ഉണ്ടാകുന്നതായിരിക്കും. ഈ വാസ്തു എന്നത് ഒരു വിശ്വാസ സമ്പ്രദായമാണ്. വാസ്തുസസ്യങ്ങളുടെ ഗുണങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെടാം. എന്തു തന്നെയായാലും നമ്മുടെ വീട്ടിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പോസിറ്റീവും ഉന്മേഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ചെടികൾ വളർത്തുന്നതിലൂടെ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.